എയർപോർട്ടിലേക്ക് പോവാണ് ഗുരുഗ്രാമിൽ നിന്ന്. ഞങ്ങൾ ഗുരുഗ്രാം സെക്ടർ 84-ലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് എൻ്റെ പാരൻസ് വരുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്, എൻ്റെ പെങ്ങളടുത്തു നിന്ന്. സോ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശരി, ലെറ്റ്സ് ബിഗിൻ അവർ ജേണി. ഇപ്പോൾ നമ്മൾ സെക്ടർ 84-ൽ നിന്ന് ഇങ്ങനെ പോവുകയാണ്. ലെഫ്റ്റിലേക്ക് മാനസറാണ് പോകേണ്ടത്. നമ്മൾ ഇപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് പോവുകയാണ്. സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ദ്വാരക എക്സ്പ്രസ് ഹൈവേ വരും. അപ്പോൾ നമ്മൾ ദ്വാരക എക്സ്പ്രസ് ഹൈവേ കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ദ്വാരക എക്സ്പ്രസ് ഹൈവേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയി കണക്ട് ചെയ്യുന്ന ദ്വാരക എക്സ്പ്രസ് ഹൈവേയിലാണ്. ഇപ്പോൾ ഇവിടെ പീക്ക് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 8:30 മുതൽ 11 മണി വരെ നല്ല ട്രാഫിക്കാണ്. 11 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിൽ ട്രാഫിക് കുറയും. 11 മുതൽ ഒരു 4 മണി വരെ. പിന്നെ 5 മണി ഓഫീസ് വിടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ട്രാഫിക്കാണ്. ട്രാഫിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 ട്രാഫിക്കാണ്. ഗുരുഗ്രാമിൽ നിന്ന് ഡൽഹി എയർപോർട്ടിലേക്ക് 30 കിലോമീറ്റേഴ്സ് കേട്ടോ. ഇപ്പോൾ റോഡ് ഉണ്ടല്ലോ, ഇപ്പോൾ ഓൾമോസ്റ്റ് എംപ്റ്റി ആണ് റോഡ്. അപ്പോൾ സുഖസുന്ദരമായിട്ട് ഓടിച്ചിട്ട് പോകാം. ഈ റോഡ് ട്രിപ്പൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വിൻ്ററിൽ വരിക, എന്നിട്ട് ഉച്ചയ്ക്ക് പോവുക. നല്ല സമ്മർ സീസണിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല 49-50 ഡിഗ്രി ഉണ്ടാവും ടെമ്പറേച്ചർ. പിന്നെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബിൽഡിങ്സ് ഒക്കെ കാണുന്നില്ലേ? ഈ ബിൽഡിങ്സ് ഒക്കെ ഏകദേശം റെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 35-40,000 പെർ മന്ത് ആയിരിക്കും. നമ്മൾ എത്ര ടുവേർഡ്സ് ഡൽഹി പോകുന്നു അത്രയും റെന്റ് കൂടുതലായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ അണ്ടർ കൺസ്ട്രക്ഷൻ ബിൽഡിങ്സ് കുറേ ഉണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സെക്ടർ 83, 84 ആ ഏരിയ ഒക്കെ. അപ്പോൾ ഇത് ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ റെന്റ് അതിനനുസരിച്ച് കൂടും. അപ്പോൾ ഇവിടെ റെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കോമ്പണൻസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് നമ്മൾ റെന്റ് കൊടുക്കുക. ഒരു 3 BHK വീടാണെങ്കിൽ ഒരു 30-35,000 ആവറേജ് പിടിക്കാം പെർ മന്ത്. പിന്നെ അതുപോലെ മെയിൻ്റനൻസ് ഉണ്ടാവും. മെയിൻ്റനൻസ് ഒരു 3,000-4,000 അങ്ങനെ അതിൽ നിന്നാണ് മിനിമം സ്റ്റാർട്ട് ആകുന്നത്. ഇതൊക്കെ തന്നെയാണ് ഗുരുഗ്രാമിൻ്റെ ലൈഫ്. പിന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇവിടെ നോക്കിയാൽ നമ്മളെ നാട്ടിലെക്കാട്ടിലും ഇവിടെ ഒരു 1.5 ടൈംസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അത്രയും ഉണ്ട്. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിലും കുട്ടികളുടെ എഡ്യൂക്കേഷൻ നല്ല എക്സ്പെൻസീവ് ആണ്. ഒരാൾക്ക് ആണെങ്കിൽ LKG മുതൽ സ്റ്റാർട്ട് ചെയ്യാനെങ്കിലും 1.5-2 ലക്ഷം രൂപ വേണ്ടി വരും ഒരാൾക്ക്. അപ്പോൾ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഡയറക്റ്റ് ആയിട്ട് ഓപ്പോസിറ്റിൽ കുറേ സ്കൂൾസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ബസ്സിൻ്റെ ട്രാവലും റെഡ്യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് ഓപ്പോസിറ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമ്മൾ കുട്ടികളെ പോയി വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനത്തെ കുറേ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനിവിടെ ഗുരുഗ്രാമിൽ സൈബർ സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സെക്ടർ 84-ൽ നിന്ന് സൈബർ സിറ്റി വരെ പോകുന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ ട്രാവലിങ്, 20 കിലോമീറ്റർ പോകണം ദിവസം. അപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 8 മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ രാത്രി 8-8:30 ആകും വരെ. അപ്പോൾ മാക്സിമം അവിടുത്തെ ഗുരുഗ്രാമിലെ ആൾക്കാരെല്ലാം നൈറ്റ് ലൈഫാണ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്താ വെച്ചാൽ അവർക്ക് ബാക്കി സമയം ഫുള്ള് ഇവിടെ നേരെ കണ്ടില്ലേ ഈ റോഡിലാണ്. ഇതാണ് ഈ 2 മണിക്കൂർ 3 മണിക്കൂർ ഡെയിലി ഈ റോഡിൽ കൂടെ ട്രാവൽ ചെയ്യുന്നതാണ് പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പോകാൻ 3 മണിക്കൂർ അല്ല, പോകാനും വരാനും 2 കൂടെ ചേർത്ത് ഒരു 3 മണിക്കൂർ. ഇപ്പം കാണുന്ന ട്രാഫിക് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പോവാണ് എയർപോർട്ടിലേക്ക്. അതിനെക്കൊണ്ട് ട്രാഫിക് അറിയാത്ത, അല്ലെങ്കിൽ ഈ ഫുൾ ട്രാഫിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇവിടുന്ന് ഡൈവേർട്ട്
ഡൈവേർഷൻ ഉണ്ട്. നമുക്ക് എയർപോർട്ടിലേക്കാണ് പോകേണ്ടത്. അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ദ്വാരകയിലേക്കുണ്ട്. പിന്നെ നജഫർഗർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ. നമുക്ക് എയർപോർട്ടിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ റോഡിൽ കൂടെ ഒന്നും പോകാൻ പറ്റില്ല. നീന്തിയിട്ടൊക്കെ പോകേണ്ടി വരും. ഇവിടെ ഡ്രെയിനേജ് സിസ്റ്റം അത്ര ശരിയില്ല. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിന്റെ ബോർഡർ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഗുരുഗ്രാമിലെ ട്രാഫിക് കാണിച്ചു തരാം. അതാണ് ഞാൻ നോക്കിയ ജാമ തുടങ്ങി ഇവിടെ തന്നെ. ലെഫ്റ്റ് നോക്കിക്കോ. ഇതിപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് ഏകദേശം എത്തി. 5 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ ഡൈവേർഷനിലേക്ക് പോവാണ്. മറ്റേ നമുക്ക് T3 പോകേണ്ടത്. അപ്പോൾ T3 പോകണം. ഇവിടെ 3 ടെർമിനലുണ്ട്. T1, T2, T3 എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ. അപ്പോൾ നമുക്ക് T3 പോകണം. അപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു ഇന്ദിരാഗാന്ധി എയർപോർട്ട് എന്നിട്ട് അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ടണലിൽ പോകുന്നില്ലേ, ഈ ടണലിൻ്റെ മേലെ വന്നിട്ട് നമ്മൾ ഫ്ലൈറ്റ് വന്നിട്ട് പോവാണ്. ഇതിന് മേലെ ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ മൂവ്മെൻറ്റിനുള്ള ഇതാണ്. അതുകൂടെ നമ്മൾ പോവാണ്. റൺവേ ആണ് മേലെ കേട്ടോ. അപ്പോൾ ടെർമിനൽ 2 and 3 നമ്മൾ എത്താറായി. നമ്മൾ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഉള്ളിൽ എയർപോർട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഡിപ്പാച്ചറിൽ പോയിട്ടുണ്ടെങ്കിൽ, അറൈവലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇത്ര മിനിറ്റ് നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എക്സ്ട്രാ ചാർജസാണ്. എന്തിനാ പൈസ കൊണ്ടേ കളയുന്നല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ T3 ടെർമിനലിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ. അറൈവലിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മേലെ വന്നിട്ട് ഡിപ്പാർച്ചർ ലൈനാണ്, താഴത്ത് വന്നിട്ട് അറൈവൽ ലൈനിലാണ് കേട്ടോ. നമ്മൾ അറൈവലിലേക്ക് പോവാണ്. അങ്ങനെ ഫൈനലി നമ്മൾ അറൈവൽ ലൈനിൽ എത്തിട്ടോ.